ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ആസ് എ വെഡ്ഡിങ് ഗസ്റ്റ് ലുക്ക്. അപ്പോൾ നമ്മൾ അഞ്ജുവിൻ്റെ കല്യാണത്തിന് സിമ്പിളായിട്ട് എങ്ങനെയൊന്ന് ഒരുങ്ങിയെന്ന് നമുക്ക് കാണാം. സിമ്പിളായിട്ടെന്ന് പറയാൻ കാരണം ഞാനാണ് ഒരുങ്ങിയത് ഒറ്റക്ക് എൻ്റേതായ രീതിക്ക്. അപ്പോൾ അതെന്തായാലും അത്ര പ്രൊഫഷണൽ ടൈപ്പ് ഒന്നും ആവില്ല, ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാവും. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഷെയ്ഡിന് പറ്റിയൊരു ഫൗണ്ടേഷൻ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ കൺസീലർ വെച്ചിട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരുവിധം ഗെറ്റ് റെഡി വിത്ത് മീയിലൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടി, മാസ്, ഇൻസെറ്റ് കോസ്മെറ്റിക്സ്, പിന്നെ ഡാസ്ലർ, ഈ 4 ബ്രാൻഡാട്ടോ. കാരണം നമുക്ക് ഈ 4 ബ്രാൻഡിലാണ് ഒരുവിധമൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള സാധനം കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ ലാക്മേയുടെ ന്യൂട്രീമ യൂസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ഓഫറിൽ മേടിച്ചാട്ടോ. സ്കിൻ കെയർ ഒക്കെ ഓൾറെഡി ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൺസീലർ യൂസ് ചെയ്ത് നമ്മൾ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കവർ ചെയ്തു. പിന്നെ നമ്മൾ നോർമൽ കുട്ടിക്കുറ പൗഡർ യൂസ് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് അതിനുശേഷം സിമ്പിളായിട്ടൊരു ഐ ലുക്ക് ചെയ്ത് കൊടുത്തു. ഒരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു ഗ്ലിറ്റർ, അത് സിമ്പിളായിട്ട് ഇട്ടോ. പിന്നെ ഒന്ന് കണ്ണ് എഴുതി കൊടുത്തു. NYBയുടെ അലീനാട്ടോ യൂസ് ചെയ്യുന്നത്, അത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മളിപ്പോഴത്തെ മെയിൻ ലിപ് കോംബോ ലാക്മേയുടെ ന്യൂട്രീമും സ്വിസ് ബ്യൂട്ടിയുടെ ബർഗണ്ടി ഷെയ്ഡും യൂസ് ചെയ്ത് കോംബോ ചെയ്തു. പിന്നെ നമ്മൾ ആക്സസറീസൊക്കെ പെയർ ചെയ്തിട്ടോ, വള, കമ്മൽ, മാല, അങ്ങനത്തെയൊക്കെ. ഈ വള നമ്മൾ ഇതിലേക്ക് മാച്ചായിട്ട് തന്നെ പച്ച വാങ്ങിച്ചു, അതിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്കും കൂടി മിക്സ് ആക്കിയിട്ട്. പിന്നെ ഈ കമ്മൽ നമ്മൾ നോർമലി ഒരു ഉത്സവത്തിന് പോയപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ. പിന്നെ മാല നമ്മൾ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ മീഷോന്ന് ഓർഡർ എടുത്തിരുന്നു. ഒരു 96 റുപ്പീസിനിട്ട് കിട്ടിയതാട്ടോ. നല്ല മാല കേട്ടോ, കാശിമാലേൻ്റെ ലോക്കറ്റിൽ ജസ്റ്റ് ഒരു പച്ച സ്റ്റോൺ വരുന്നത്. ഈ സ്റ്റോണും പച്ച ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിതിലേക്ക് വാങ്ങിയത്. അമ്മ വന്നപ്പോൾ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് ബാക്കി സാരിയൊക്കെ അമ്മ എടുത്തു തന്നാലും പിന്നെ അമ്മേനെ കിട്ടില്ല. അതിനുശേഷം നമ്മൾ മുടി കെട്ടാമെന്ന് വിചാരിച്ച് മുടി നമ്മൾ സെൻറ്റർ പാർട്ടിഷൻ എടുത്ത് 2 സൈഡും ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് കൊടുത്തിട്ടോ. നമ്മുടെ മെയിൻ ഹെയർ സ്റ്റൈൽ തന്നെയാണ്. അതിപ്പോൾ സാരിക്കാണെങ്കിലും ധാവണിക്കാണെങ്കിലും. പോകുന്ന വഴിക്ക് നമ്മൾ മുല്ലപ്പൂ വാങ്ങിച്ചു, കാരണം അച്ഛൻ താഴത്തുനിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, ലേറ്റ് ആവുന്നുണ്ട്, വേഗം വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ വേഗം മുടിയൊക്കെ കിട്ടി, ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല. നല്ല മുല്ലപ്പൂ ആയിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ലുകൊണ്ടും അത് വൈകുന്നേരം വരെ വാടിയിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ബാക്കി നമ്മൾ വേഗം അവിടെ ചെന്ന് ബ്രൈഡ് ഇറങ്ങുമ്പോഴേക്ക് നമുക്ക് അവിടെ എത്തണമായിരുന്നു, കാരണം വെറ്റില കൊടുക്കുന്ന കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വേഗം എത്തി. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണേ. അപ്പോൾ ശരി, ബൈ, അടുത്ത വീഡിയോ കാണാം.